ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ അതിനെതിരെ ശബ്ദിച്ചിരുന്നു എന്നത് സക്കരിയ സലാഹി തന്നെ പറയുന്നത് ഞാൻ കേൾപ്പിച്ചുതരാം. കൊണ്ടോട്ടിയിൽ മുഹമ്മദ് ഷാ എന്ന് പറഞ്ഞൊരു തങ്ങൾ ബോംബെക്കടുത്ത കല്യാണം എന്ന സ്ഥലത്ത് നിന്ന് വന്നിട്ട് കൊണ്ടോട്ടിയിൽ ഒരു തരീഖത്ത് സ്ഥാപിച്ചു. ആ തരീഖത്തിൽ പ്രവേശിക്കുന്ന മുരീദന്മാര് ശൈഖിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ നിർബന്ധാക്കി. അന്ന് അപ്പോൾ അതിനെ പൊന്നാനി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഷാഫി മദ്ഹബിന്റെ പണ്ഡിതന്മാർ എതിർത്തു. അങ്ങനെ കൊണ്ടോട്ടി കന്നാനി കൈത്തർക്കമുണ്ടായി. അന്നവർ പാടി മുഹമ്മദ് ഷാ വലിയുള്ള മുരീദന്മാർക്കതാവില്ല. മുഹമ്മദ് ഷാ അല്ലാഹുവിന്റെ വലിയാണ്, അദ്ദേഹത്തിന്റെ മുരീദായ പിന്നെ ശിക്ഷയില്ല. അപ്പൊ പൊന്നാനിക്കാര് മറുത്തുപാടി മുഹമ്മദ് ഷാ വലിയല്ല, മുരീദന്മാർക്കതാവുണ്ട്. മുഹമ്മദ് ഷാ അല്ലാഹുവിന്റെ വലിയ കള്ളനാണ്, അവന്റെ മുരീദായ ശിക്ഷയുണ്ട്. ഈ തർക്കം ജനങ്ങൾ രണ്ട് ചേരിയായി. പരസ്പരം തലാഖുകൾ നടന്നു, ബഹിഷ്കരണങ്ങൾ നടന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കി ഫത്വ കൊടുത്തു. ആ ഫത്വയുടെ കോപ്പി ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളെ വലിയ നേതാവായിട്ട് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ കൊണ്ടോട്ടിക്ക തങ്ങന്മാരടുത്തത് തിന്നാൻ പാടില്ലെന്ന് ഫത്വ കൊടുത്തിട്ടില്ലേ? നിങ്ങൾ കേട്ടില്ലേ? സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതനായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ കൊണ്ടോട്ടി തങ്ങന്മാർ എന്ന് പറയുന്ന ഈ ശൈഖിന്റെ ആൾക്കാരെ അർത്ഥം തിന്നാൻ പാടില്ല ഫത്വ കൊടുത്തിട്ടില്ലേ എന്നാ സക്കരിയ സലാഹി ചോദിക്കുന്നത്. ഉണ്ടാകും, അങ്ങനെ തന്നെയല്ലേ പറയേണ്ടത്. കാരണം മുരീദന്മാരെ കൊണ്ട് ഒരു സുജൂദ് ചെയ്യിപ്പിക്കുന്ന തങ്ങളെ അയാൾ അർത്ഥിട്ട് പിന്നെ നമ്മൾ തിന്നുകയും ചെയ്യേ. മുജാഹിദീങ്ങൾക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, മങ്കൂസ് മൗലിദ് ഓതിയ ശിർക്കാണ്, ഓതിയ സുന്നികളൊക്കെ മുശ്രിക്കാന്ന് പറയും ചെയ്യും, അർത്ഥം കണ്ടാ തിന്നുകയും ചെയ്യും. അത് നമ്മക്കില്ലല്ലോ, നമ്മള് പേച്ചാൻ തന്നെ പേച്ച തന്നെ. അപ്പോ മുഹമ്മദ് ഷാ വലിയുള്ള മുരീദന്മാർ കഥാബില്ല എന്ന് അയാൾ ആൾക്കാർ പാടി. അപ്പൊ നമ്മളെ സുന്നികൾ എന്ത് പാടി? മുഹമ്മദ് ഷാ വലിയല്ല, മുരീദന്മാർ കഥാബുണ്ട് എന്ന് പാടി എന്നാ ഇപ്പൊ പറഞ്ഞ്. അപ്പോ വാസ്തവത്തിൽ മുഹമ്മദ് ഷാ വലിയല്ല, മുരീദന്മാർ കഥാബുണ്ട് എന്നും പൊന്നാനിയിലുള്ള സുന്നികൾ പാടി എന്നാ പറഞ്ഞത്. കുണ്ടോട്ടി കുറഞ്ഞ സ്ഥലത്ത് മാത്രം ഉണ്ടായൊരു സാധനമാണത് ഈ കുണ്ടോട്ടി തെരീഖത്ത് എന്ന് പറയും. എന്നിട്ട് ആ ശൈഖിന്റെ വകയിൽ ഇപ്പോഴും ഉണ്ട് ഇവിടെ കുണ്ടോട്ടി തെരീഖത്തിനൊരു സാധനം. ആ കുണ്ടോട്ടിയിൽ ഒരു നേർച്ചയും നടക്കുന്നുണ്ട്. എന്നിട്ട് മുജാഹിദിന്റെ മൗലവിമാർ ചിലപ്പോൾ അത് പിടിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് കാണിക്കൂ, ഇതാ നിങ്ങളെ നേർച്ച ഉണ്ടോ, നമ്മളെ നേർച്ച, അത് നമ്മളെ നേർച്ചയാണത്, നമ്മൾ ഒരു നേർക്കും അംഗീകരിക്കാത്ത നേർച്ച. അതിനെതിരെ എത്ര പ്രസംഗിച്ചവരും എത്ര എഴുതിയവരാണ് നമ്മളെ ആലിമീങ്ങൾ. ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് ഞാൻ ജനിക്കുന്നതിന്റെ എത്രയോ ദിവസം മുമ്പ് വടകരയിൽ സമസ്തന്റെ സമ്മേളനം നടന്നപ്പോ ആ സമ്മേളനത്തിൽ പ്രമേയം പാസാക്കിയതെടുത്ത് എം എ ഉസ്താദ് എഴുതി, അൽ ബയാൻ മാസികയിൽ എഴുതി. ഞാൻ മുമ്പ് പല പ്രസംഗത്തിലും എഴുതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നിട്ടോ ഈ കുണ്ടോട്ടി നേർച്ച നടത്തുന്ന ആളുകളാരാ? അത് സക്കരിയ സലാഹി എന്ന് പറയട്ടെ. പൂരങ്ങളൊക്കെ ലയിക്കാനുള്ള ഏർപ്പാടാക്കിയിരിക്കുകയാണ്. അമ്പലത്തിലെ ഉത്സവത്തിന് ആടാനും ചാടാനും ഒക്കെ മാപ്പിളാരെ സഹകരിക്കാം. മാപ്പിളാരെ ജാറത്തിലെ നേർച്ചയ്ക്ക് അമുസ്ലിങ്ങളും സഹകരിക്കാം. രണ്ടിടത്തും കുടിച്ചും കൂത്താടാനുള്ള ഒരു ടീം ഉണ്ടാവും. അത് രണ്ടും ഏതാണ്ട് ഒന്നേക്കാരം പേര് മാത്രം കൊണ്ട് ഒരു സമുദായം തിരിച്ചറിയുള്ളൂ. ഇത് ഇസ്ലാം അംഗീകരിക്കുന്നതാണോ? ഒരു മുസ്ലിമിന് യോജിക്കാൻ പറ്റുമോ? മാന്യന്മാർക്ക് യോജിക്കാൻ പറ്റുമോ? ഇപ്പൊ പട്ടാമ്പി നേർച്ച ഇതപ്പ നടന്നു. അത് സൗദാന്റെ സെക്രട്ടറി പ്രസിഡന്റും കമ്മിറ്റിയിലും ഒക്കെ മുസ്ലിമും അമുസ്ലിം കൂടിക്കലർന്നിട്ടാണ് അങ്ങനെയാ നേർച്ച നടത്തുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്യുന്ന നേർച്ചയൊക്കെ സുന്നികളെ തലയിൽ വെച്ച് കെട്ടുക. ഓരോ ജാഹിലിങ്ങൾ ഓരോ സ്ഥലത്ത് നടത്തുന്ന ഇങ്ങനത്തെ തോന്നിവാസങ്ങളൊക്കെ സുന്നികളെ തലയിൽ വെച്ച് കെട്ടുക. വാസ്തവത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരടക്കം അതിന് മുമ്പുള്ള പണ്ഡിതന്മാരടക്കം എല്ലാവരും അത്തരത്തിലുള്ള മുഴുവൻ വിഷയങ്ങളെയും എതിർത്തവരാണ്. ബഹുമാനപ്പെട്ട ഉമർ ഖാദി പറഞ്ഞു, മാലിൽ വലിയ